ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് BYD ഇന്ത്യയിൽ അത്യാവശ്യം വണ്ടികൾ ഇറക്കുന്നുണ്ട് ആൻഡ് കുറച്ച് പേർക്കൊക്കെ BYDയെ പറ്റി അറിയുകയും ചെയ്യാം. ഇതൊരു ചൈനീസ് കമ്പനിയാണ്. ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് ഈ കമ്പനിയുടെ ഫുൾ ഫോം. എന്തായാലും അവർ ആദ്യം E6 എന്ന് പറഞ്ഞ ഇലക്ട്രിക് വണ്ടി ഇറക്കി, അതൊരു MPV ആയിരുന്നു. അതിനുശേഷം പിന്നെ Atto 3 ഇറക്കി, അതൊക്കെ കേരളത്തിൽ അത്യാവശ്യം ആൾക്കാർ വാങ്ങുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പം സീൽ എന്ന് പറയുന്ന ഈ പുതിയ സെഡാൻ ഇറക്കിയിരിക്കുന്നത്. ഇത് പറഞ്ഞു വരുമ്പം അത്യാവശ്യം നല്ലൊരു വാഹനമാണ്. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്, ഇത് നമ്മുടെ BYDയുടെ ഈ പ്ലാറ്റ്ഫോം 3.0 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമ്മുടെ Atto 3 ഒക്കെ വരുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ വരുന്ന പ്ലാറ്റ്ഫോമാണ്. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇലക്ട്രിക് വണ്ടികൾ മാത്രമേ നിർമ്മിക്കാൻ പറ്റുള്ളൂ. ബാറ്ററി പാക്ക് താഴെ പൂർണ്ണമായിട്ടും വിരിഞ്ഞ് കിടക്കുകയും ചെയ്യും. പിന്നെ BYDയുടേതായിട്ടുള്ള പ്ലേറ്റ് ബാറ്ററി ടെക്നോളജി ഒക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം വൈസ് വാഹനം നല്ലതാണ്. ഇനി നമുക്കിതിൻ്റെ ഡിസൈനിലേക്ക് വരാം. ആദ്യം തന്നെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ പല വണ്ടികളുമായിട്ട് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം. എന്തായാലും കാണാൻ അത്യാവശ്യം രസമുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. L ഷേപ്പിൽ നിൽക്കുന്ന DRLs ഉണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രില്ലൊന്നുമില്ല, എയർ ടേക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇലക്ട്രിക് വാഹനമാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ മൊത്തം ക്ലോസ്ഡ് ആണ്. BYDയുടെ ലോഗോ വരുന്നുണ്ട്. താഴത്തായിട്ട് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സ് ഒന്നുമില്ല, അതിന് പകരം ഒരു LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ കാണാൻ അത്യാവശ്യം രസമാണ്. പിന്നെ ഇതൊരു ഇലക്ട്രിക് വാഹനമായതുകൊണ്ടും സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ ആയതുകൊണ്ടും ഒക്കെ ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് ട്രങ്ക് അവൈലബിൾ ആണ്. 50 ലിറ്റേഴ്സിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ് നിങ്ങൾ ഫ്രണ്ടിലത്തെ ബോണറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. സോ അഗെയിൻ അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെയും സ്റ്റോറേജ് ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തതായി ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഈ വാഹനത്തിന് നല്ല നീളമുള്ളൊരു പ്രൊഫൈലാണ്. ചിലപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര നീളം തോന്നുന്നില്ലായിരിക്കും, പക്ഷേ 4.8 മീറ്റേഴ്സ് ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത്. അതായത് ഇപ്പോൾ റെഫറൻസിന് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നോവ ഹൈക്രോസ് വരെ 4.75 മീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാൾ ലെങ്ത്ത് കൂടുതലാണ് ഈ ഒരു വാഹനത്തിന്. വിഡ്ത്ത് ആണെങ്കിലും കണ്ടാൽ അങ്ങനെ പെട്ടെന്ന് തോന്നുന്നില്ലെങ്കിലും നല്ല വിഡ്ത്തുള്ള വാഹനമാണ്. 1.87 മീറ്റേഴ്സിൻ്റെ വിഡ്ത്ത് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഹൈറ്റ് കുറച്ച് കുറവാണ്, 1.62 മീറ്റേഴ്സ് വരുന്നുള്ളൂ. എഗെയിൻ അത് കുറച്ച് ലോസ്ലിംഗ് ആയിട്ടുള്ളൊരു വാഹനം ആയതുകൊണ്ട് തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഇതൊരു സെഡാനാണ്. പിന്നെ ഇതിൻ്റെ ടയേഴ്സിലേക്ക് വരികയാണെങ്കിൽ അലോയ് വീൽസിൻ്റെ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വരുന്ന കമ്പനികളിലൊക്കെ അലോയ് വീൽസ് കുറച്ച് ബോറിംഗ് ആയിട്ട് വരുമായിരുന്നു, പക്ഷേ ഇതിൻ്റെ അലോയ് കാണാൻ അത്യാവശ്യം രസമുണ്ട്. ഇത് 19 ഇഞ്ച് വീൽസ് ആണ്. 235, 45, R19s ആണ് ടയർ സൈസ് വരുന്നത്. അതായത് പ്രൊഫൈൽ വളരെ കുറവാണ്, ജസ്റ്റ് 45 ഉള്ളൂ. അതുകൊണ്ട് ടയർ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിയേക്കാം. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എടുക്കുകയാണെങ്കിൽ അതും ഭയങ്കര ഹ്യൂജ് ആണ്. കാരണം 2.92 മീറ്റേഴ്സിൻ്റെ വീൽ ബേസ് ആണ് ഇതിൽ വരുന്നത്. ഈവൻ നമ്മുടെ ഇന്നോവ ഹൈക്രോസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2.8 മീറ്റേഴ്സിന് താഴെ തന്നെ വീൽ ബേസ് വരുന്നുള്ളൂ. അപ്പോൾ ഈവൻ അതിനേക്കാൾ കൂടുതലാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയും. ഇതൊക്കെ സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് നമ്മൾ XUV 700 കണ്ട പോലെ പോപ്പൗട്ടായി വരുന്ന രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് രസമുണ്ട്. അതുപോലെ മിറേഴ്സിൻ്റെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്ന രീതിയാണെങ്കിലും അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും കാണാൻ ആക്ച്വലി രസമുണ്ട്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ള ബാക്കിലത്തെ ടെയിൽ ലാംപ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ബമ്പറിൻ്റെ ഏരിയയൊക്കെ അത്യാവശ്യം സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. ആൻഡ് നമുക്ക് അവിടെ LED ടെയിൽ ലാംപ്സ് ആണ് മൊത്തത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. BYDയുടെ ബ്രാൻഡിങ് നടുവിൽ നല്ല വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് അൺനെസസറി ആയിട്ടുള്ള ബ്രാൻഡിങ് തോന്നി. റൈറ്റ് സൈഡിൽ BYD സീൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു 3.8 സെക്കൻഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ 0 to 100 ടൈമിംഗ് ആണ്. പക്ഷേ അതൊക്കെ ബാക്കിൽ എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരുമാതിരി നമ്മൾ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നൊക്കെ എഴുതി വയ്ക്കുന്ന പോലെയായി. ബട്ട് അഗെയിൻ ഇതിൻ്റെ പവർ കാണിക്കുന്ന ഒരു സംഭവമാണല്ലോ, അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അത് വിടാം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒന്നും കഥ തീരുന്നില്ല എന്ന് നമുക്ക് പറയാം. കാരണം ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് ഈ വാഹനത്തിൽ BYD കൊടുത്തിരിക്കുന്നത്. നമ്മൾ Atto 3 തന്നെ കണ്ടതാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയർ. അതായത് ഇഷ്ടം പോലെ ഫീച്ചേഴ്സും ടെക് ലോഡറും ഒക്കെയാണ്. ഈ വണ്ടി കണ്ടാലും അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഒരു ടോപ്പ് എൻഡിൻ്റെ ഇൻറ്റീരിയർ ആണ് കാണിച്ചിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് തീമിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആംബിയൻ ലൈറ്റിംഗ് സംഭവങ്ങളൊക്കെ ഡോറിലും അതുപോലെ ഫുട്ബോൾ ഏരിയയിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ബേസിക് സ്പെക്കിൻ്റെ ഇൻറ്റീരിയർ കളർ തീം ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കാം. കാരണം ഈ വാഹനം ഗ്ലോബലി നമുക്ക് ബേജ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ഭയങ്കരമായിട്ട് ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ഒരു ക്യാബിൻ ഇഷ്ടം അല്ലെങ്കിൽ വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഇത് കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ളൊരു ക്യാബിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് പെർഫോമൻസ് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ സീറ്റ്സ് ഒക്കെ ഒരു ഫുൾ പീസ് ബക്കറ്റ് സീറ്റ്സ് പോലത്തെ സംഭവമാണ്. അതായത് ഹെഡ് റെസ്റ്റ് ഒക്കെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര സ്പോർട്ടി ലുക്കുള്ള സീറ്റ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ 3.8 സെക്കൻഡ്സിൽ 0 to 100 ഒക്കെ കയറുമല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സീറ്റും ഈ വാഹനത്തിന് ആവശ്യമാണല്ലോ. പിന്നെ ഇതിൻ്റെ റൂഫാണെങ്കിലും മൊത്തത്തിൽ ഈ വാഹനം ബ്ലാക്ക് ആണ്. അതായത് ടാറ്റയുടെ ഒക്കെ ഡാർക്ക് എഡിഷൻ കാണില്ലേ, അങ്ങനത്തെ രീതിയിലുള്ള ബ്ലാക്ക് ആണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. റിയർ സീറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നടുവിൽ ഒരു ആംറെസ്റ്റും അതുപോലെ 3 സീറ്റ് ബെൽറ്റ്സ് 3 പാസഞ്ചേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ കോമൺ ആണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ സീറ്റ്സിൻ്റെ ഡിസൈനും അതിൻ്റെ പാറ്റേണും ഒക്കെ കാണാൻ രസമുണ്ട്. ആൻഡ് ഇതിനകത്ത് സ്പേസിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഒരു കുറവും ഉണ്ടാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു 2.9 മീറ്റേഴ്സിന് മുകളിൽ വീൽ ബേസ് വരുന്നൊരു വാഹനമാണ്.
സെഡാനാണ്. അപ്പോൾ തീർച്ചയായും സ്പേസ് കോംപ്രമൈസ് ആവേണ്ട കാര്യമില്ല. പിന്നെ ചിലപ്പം ബാറ്ററി പാക്ക് താഴെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ കാല് വെക്കുന്ന ഏരിയ കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അത് മിക്ക ഇലക്ട്രിക് വണ്ടികൾക്കും ഉള്ളതാണ്. ഫീച്ചേഴ്സിൻ്റെ കേസിൽ നമുക്ക് 10.25 ഇഞ്ചോളം സൈസ് വരുന്ന ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് അവൈലബിൾ ആണ്. ഇതൊരു LCD പാനലാണ്. ഇങ്ങനെ ഹെഡപ്പായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് 15.6 ഇഞ്ച് സൈസ് വരുന്ന വലിയ ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതും BYDയുടെ മിക്ക വണ്ടികളും കാണുന്ന പോലെ നമുക്ക് പോർട്രേറ്റ് ആയിട്ടും വെക്കാം, അതുപോലെ ലാൻഡ്സ്കേപ്പ് ആയിട്ടും വെക്കാം. ഒരു സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ അത് തന്നെ ഇലക്ട്രിക്കലി കറങ്ങിക്കോളും. അതായത് വളരെ വളരെ വലിയ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ MG ഹെക്ടറിൽ വരെ 14 ഇഞ്ച് ആയിരുന്നു, ഇതിനകത്ത് 15.6 ഇഞ്ച്. ഓക്കെ, അത്രയും വലിയ സ്ക്രീനാണ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇതിനകത്ത് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു വയർലെസ് ചാർജിങ് പാഡാണ്, 2 ഉണ്ടത്. പിന്നെ അൺനെസസറി ആയിട്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. യാതൊരു കാര്യമില്ലാത്ത ഫീച്ചറാണ്. പിന്നെ വണ്ടികൾ മോഡേൺ ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കമ്പനികൾ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം. അതായത് നിങ്ങൾക്ക് കൈ വെച്ചൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇൻഫോടൈം സിസ്റ്റത്തിലൊക്കെ പോയി അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണം. ഇത് പോർഷെ ടൈക്കനിലുണ്ടായിരുന്നു, അതോടുകൂടി തുടങ്ങി വെച്ച് പിന്നെ കുറേ പേര് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വൈപ്പേഴ്സ് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. എയറോട്വിൻ വൈപ്പേഴ്സ് ആണ് ഒബ്വിയസ്ലി. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സിൻ്റെ ഫംഗ്ഷനൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വോയിസ് കമാൻഡ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നാണ് BYD പറയുന്നത്. അതിൻ്റെയൊക്കെ സ്വിച്ചും കൺട്രോൾസൊക്കെ ആണെങ്കിലും അത്യാവശ്യം പ്രീമിയം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ക്രൂസ് കൺട്രോളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടെയിൽ ഗേറ്റ്, അതായത് ബൂട്ട് നമുക്ക് ഇലക്ട്രിക് ആയിട്ട് തന്നെ തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റും, മാനുവലായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്നും അല്ലാണ്ട് എല്ലാവർക്കും വേണ്ട സൺറൂഫ്. ഇതിൻ്റെ അകത്ത് സൺറൂഫ് അല്ല വരുന്നത്, പക്ഷേ എഗെയിൻ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് റൂഫിൽ കൊടുത്തിട്ടുണ്ട്. അത് ബട്ടൺസ് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് ഇതൊരു സൺറൂഫ് അല്ല, ഇത് ഓപ്പൺ ആവില്ല. അത് നിങ്ങൾ വിചാരിക്കരുത്. അതിപ്പോൾ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പ്രത്യേകിച്ചും ചെയ്യാനൊന്നുമില്ല. തല എന്തായാലും സൺറൂഫ് വഴി ശരിക്കും പുറത്തിരുന്ന് ഇല്ലീഗലാണ്. പിന്നെ ഇന്ത്യയിൽ കുറേ പേരൊക്കെ ചെയ്യുന്നു എന്ന് നോക്കണം. നമ്മൾ ഹ്യുണ്ടായുടെ ഐനിക് 5 അതുപോലെ Kia EV6 പോലുള്ള വണ്ടികളിലൊക്കെ കണ്ട വെഹിക്കിൾ ടു ലോഡ് ഫെസിലിറ്റി ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഈവൻ നമ്മുടെ നെക്സോൺ EV ഫേസ് ലിഫ്റ്റിലും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ വണ്ടിയുടെ ബാറ്ററി പാക്ക് വെച്ച് നമുക്ക് വേറെ പല സാധനങ്ങളും പവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു വീട് വേണേൽ പവർ ചെയ്യാൻ പറ്റും, അല്ല ഇതിന് വേറെ വണ്ടികൾക്കെല്ലാം ചാർജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് യൂസ് ഉള്ള ഒരു സംഭവമാണ് വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ അകത്ത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്ന ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. സേഫ്റ്റിയുടെ കേസിൽ ഈ വാഹനം 5 സ്റ്റാർ യൂറോ NCAP റേറ്റഡ് ആണ്. അതുപോലെ തന്നെ 9 എയർ ബാഗ്സ് ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ പോരെ സേഫ്റ്റി. ഇനി ഒരു ഇലക്ട്രിക് വണ്ടി ആകുമ്പം നമുക്ക് ഇതിൻ്റെ വേരിയൻസും ബാക്കിയുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കണമല്ലോ. ഇതിൻ്റെ അകത്ത് 3 വേരിയൻസ് ആണ് വരുന്നത്. ഡൈനാമിക് ഉണ്ട്, പ്രീമിയം ഉണ്ട്, അതുപോലെ പെർഫോമൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള മോഡൽ 61.44 kWh ബാറ്ററി പാക്കാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് പവറൊന്നുമില്ല, 230 PS പവറും അതുപോലെ തന്നെ 310 Nm ടോർക്കുമാണ് വരുന്നത്. 510 km ആണ് ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ച്. 0 to 100 എത്താൻ 7.5 seconds എടുക്കും. വളരെ സ്ലോ ഒന്നുമല്ല. നമുക്കിപ്പോൾ ഈ ഒരു 20, 25, 30 lakhs വരെയുള്ള വണ്ടികൾ വരുന്നതിൽ വെച്ച് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് എന്ന് പറയാം. പിന്നെ വരുന്നത് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസും പ്രീമിയം വേരിയൻസും ആണ്. ഇതിനകത്ത് രണ്ടിലും 81.25 kWh ബാറ്ററി പാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റേഞ്ച് കൂടുതലാണ്, പവറും കൂടുതലാണ്. ഇതിനകത്ത് നമുക്ക് പ്രീമിയം മോഡലിൽ റിയർ വീൽ ഡ്രൈവ് സെറ്റപ്പാണ് വരുന്നത്. ബേസ് മോഡലും റിയർ വീൽ ഡ്രൈവ് തന്നെയാണ്, അതായത് റിയർ മോട്ടറിലാണ് ബേസിക്കലി വണ്ടി റൺ ചെയ്യുന്നത്. പക്ഷേ പെർഫോമൻസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് കിട്ടും. അതിനാണ് ഈ പറയുന്ന 3.8 സെക്കൻഡ്സിൻ്റെ 0 to 100 ടൈമിംഗ് ഒക്കെ വരുന്നത്. എനിവേ പ്രീമിയം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പവർ 313 PS ടോർക്ക് 360 Nm ആണ്. 5.9 seconds ആണ് 0 to 100 എത്താനായിട്ട് എടുക്കുന്നത്. ആൻഡ് നമുക്കിതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് വരുന്ന 650 km ആണ്. ഈ 81 kWh ബാറ്ററി പാക്കിൽ ഈ റിയർ വീൽ ഡ്രൈവ് വരുന്നതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. ഓൾ വീൽ ഡ്രൈവിന് ഒബ്വിയസ്ലി റേഞ്ച് കുറവായിരിക്കും, കാരണം ബാറ്ററി പാക്ക് സെയിം സൈസ് തന്നെയുള്ളൂ, പവർ കൂടുതലാണ്. ഓൾ വീൽ ഡ്രൈവ് മോഡലിന്, അതായത് പെർഫോമൻസ് മോഡലിന് 530 PS പവറും 670 Nm ടോർക്കും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ച് 580 km ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, പെർഫോമൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം. പിന്നെ ഈ വാഹനം 800 volts ആർക്കിടെക്ചർ റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ 150 kWh ചാർജർ ഈ സാധനം സപ്പോർട്ട് ചെയ്യും, DC ഫാസ്റ്റ് ചാർജിങ്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ചാർജർ ഇന്ത്യയിൽ അധികം അവൈലബിൾ അല്ല. ആകെപ്പാടെ കിയ കുറച്ച് സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തതുള്ളൂ. ആൻഡ് എൻ്റെ അറിവിൽ കേരളത്തിൽ അങ്ങനത്തെ ഒരു ചാർജർ അവൈലബിൾ അല്ല. ഇതിനകത്ത് ചാർജ് ചെയ്യുകയാണെങ്കിൽ 10 to 80% ആവാൻ ജസ്റ്റ് 35 minutes മാത്രമേ എടുക്കുകയുള്ളൂ. വളരെ ഫാസ്റ്റാണ്. പക്ഷേ അതല്ല നിങ്ങളൊരു 11 kWh AC ചാർജറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് 0 to 100 ആവാൻ ഓൾമോസ്റ്റ് 8.7, 8.5 hours എന്തുമാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പുറത്തുള്ള ഈ വണ്ടിയുടെ റൈവൽസ് നമ്മുടെ BMW i4 ഒക്കെ ആണെങ്കിലും ഇന്ത്യയിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന ഹ്യുണ്ടായുടെ ഐനിക് 5 ആണ്. Kia EV6 ഉണ്ട്, പക്ഷേ അത് 60 lakhs അബവ് പോകും. ഈ വണ്ടി പക്ഷേ ഐനിക് 5 ഓൾമോസ്റ്റ് 46-45 റേഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനിതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. ബേസ് പാക്ക് 41 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 45.55 lakhs ആണ് പ്രീമിയം മോഡലിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. പെർഫോമൻസ് മോഡൽ 53 lakhs വരെ എക്സ് ഷോറൂം പോകുന്നുണ്ട്.
ഇതിൻ്റെ പ്രൈസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.